ഹായ് ഫ്രണ്ട്സ്, സുനു വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വായോ വീഡിയോയിലേക്ക്. രണ്ട് കിലോ കപ്പയുണ്ട്. അത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്കതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ, പച്ചമുളക്, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് ജാറിൽ ചതച്ചെടുക്കാം. ചതച്ചെടുത്തത് വെന്ത കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് 2 മിനിറ്റ് അടച്ചു വെച്ച് അതൊന്ന് അരപ്പൊന്ന് ആവിയിലിരുന്നൊന്ന് ഇത് മൊത്തത്തിലൊന്ന് വേകണം. വെന്ത ശേഷം നമുക്ക് തുടുപ്പ് വെച്ച് നല്ലപോലെ കപ്പ ഉടച്ചെടുക്കണം, കുഴച്ചെടുത്തിട്ട് നമുക്കത് അടച്ചു വെക്കാം. ആ സമയത്ത് നമുക്ക് ബീഫ് കറി വെക്കണം. ഞാനിവിടെ പോത്തിറച്ചിയാണ് മേടിച്ചിരിക്കുന്നത്. നല്ല വേവുള്ള ഇറച്ചിയായിരുന്നു. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇറച്ചി വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. 4-5 വട്ടം നമ്മൾ വൃത്തിയായിട്ട് ഒലച്ച് കഴുകിയെടുക്കാം. നല്ല ചോരമയുള്ള ഇറച്ചിയായിരുന്നു. നല്ലപോലെ കഴുകിയെടുക്കണം. കണ്ടോ, ഇത് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് നല്ലപോലെ ഒലച്ചെടുത്ത് 4-5 വെള്ളത്തിൽ ഞാൻ കഴുകിയെടുത്തു. ഉപ്പിട്ട് വേവിച്ചെടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സൈസ് സവാളയാണ്. 8 സവാളയുണ്ട്. 8 സവാള വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഞാൻ. വെളുത്തുള്ളി ചതച്ചെടുക്കണം നല്ലപോലെ. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ശേഷം ഒരു ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കരിയാപ്പലയും എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഒരു സൈഡിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇതിനായിട്ടെല്ലാം അടുപ്പിച്ച് വെച്ച ശേഷമാണ് ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ തവി എടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. വഴറ്റിയതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. സ്വല്പം ഇറച്ചിക്കകത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിക്കകത്ത് ഉപ്പ് ഉള്ളി വഴറ്റുന്നതിൽ ഉപ്പ് ചേർക്കണം. ഇറച്ചി പകുതി വെന്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്താണ് വേവിച്ചത്. പകുതി വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തു. നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയ ശേഷം അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്തിളക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി, ഇഞ്ചിയും കരിയാപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉള്ളി വഴറ്റിയതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അപ്പോൾ പൊടിയുടെ പച്ച മണം മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ വെന്ത ഇറച്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റാണ്
ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി മസാലയെല്ലാം മൂത്ത് വന്നു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് പകുതി വെന്ത ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ മസാലകൾ ഒന്നിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചത് നല്ലപോലെ വേവിച്ചെടുക്കുക. തോർത്തി വേവിക്കണം. അരമണിക്കൂർ അവിടെ ഇരുന്ന് വേകട്ടെ. അത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് അരമണിക്കൂർ അവിടെ ഇരുന്ന് വേകട്ടെ. ആവശ്യമായ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതാണ് വേവിച്ചത്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി കരിയാപ്പലയും കൂടെ ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ബീഫ് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് താളിക്കാം. ബീഫ് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കടുക് താളിക്കാം. ലാസ്റ്റ് കപ്പ ബിരിയാണിയിലോട്ട് ഒഴിക്കാനാണ്. അപ്പോൾ കപ്പയും ഇറച്ചിയും കൂടെ ഒന്നിച്ചിട്ട് ഇളക്കുവാണ്. വെന്ത ഇറച്ചിയിലേക്ക് കപ്പ വേവിച്ചത് ഇട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കടുക് താളിച്ചത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പ ബിരിയാണിയുടെ മുകളിൽ ഒഴിച്ച് കൊടുത്തു. ലാസ്റ്റ് ഇച്ചിരി മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില കുറച്ചുണ്ടായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നാടൻ സ്റ്റൈൽ ഒരു കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.